നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ ഗെയിമല്ല, മറ്റൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1969-ലാണ്. അമേരിക്കൻ പ്ലേയേഴ്സായ മാക്സ് ബർക്കറ്റും ഡെന്നിസ് ഫ്രിറ്റ്സിംഗറും തമ്മിലായിരുന്ന മത്സരം. ഈ ഗെയിമിൽ ബർക്കറ്റ് വൈറ്റ് സൈഡും ഫ്രിറ്റ്സിംഗർ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ആദ്യം തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്, ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് ബിഷപ്പിനെ E6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്, ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഇട്ടുന്നു, ബ്ലാക്ക് പോണ് വെച്ച് തിരിച്ചു കിട്ടുന്നു. അടുത്തതായി വൈറ്റ് സെന്റർ ഓപ്പൺ ചെയ്യാണ്, D4 കൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു, ബ്ലാക്ക് പോണ് വെച്ച് പോൺ ഇട്ടുന്നു, വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ E6ലെ പോണിന്റെ ഒരു അറ്റാക്കാണ്. ബ്ലാക്ക് ക്വീനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെതിരെയും F2ലെ പോണിനെതിരെയും ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് C3 കൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ ഡെവലപ്പ് ആണ്, നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, വൈറ്റ് കിങ്സിലേക്ക് കാൻസലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് E5 കൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, വൈറ്റ് നൈറ്റിനെ F5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ നൈറ്റിന് E4ലെ പോണിന്റെ സപ്പോർട്ടാണുള്ളത്, എന്നാൽ ആ പോണിന് ഇപ്പോൾ യാതൊരു സപ്പോർട്ടും ഇല്ല. ബ്ലാക്ക് ആ പോണിനെ ടാർഗറ്റ് ആണ്, നൈറ്റിനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പകരം ഇവിടെ ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E3ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ആ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീനെ A4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫോർക്കിംഗ് ചെക്ക് കൊടുത്തുകൊണ്ട് ആ നൈറ്റിനെ നേടിയെടുക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം G6 മൂവ് കൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, വൈറ്റ് നൈറ്റിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിയാണ്, നൈറ്റിനെ E6ലേക്ക് മൂവ് ചെയ്യുന്നു, വൈറ്റ് ക്വീനെ B3ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെയും B7ലെ പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ആ നൈറ്റിന് ക്വീൻ്റെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ C6 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ B5ലേക്ക് ഒന്ന് വീണ്ടും ചെക്ക് വരുമ്പോൾ ബ്ലാക്കിന് കിങ്ങിനെ മൂവ് ചെയ്യേണ്ടി വരും. അല്ലാതെ റൂക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് A7ലെ പോൺ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് വരും. ബ്ലാക്കിനെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ D8ലേക്ക് തിരിച്ചു കൊണ്ടുപോയി ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഡെവലപ്പായ പീസിനെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാൻ ബ്ലാക്കിന് താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പോണിനെ നഷ്ടപ്പെടുത്തി കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ക്വീൻ സെല്ലേക്ക് കാൻസലിംഗ് ചെയ്തുകൊണ്ട് B7 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ A7ലെ പോണിന് റൂക്ക് വെച്ചുകൊണ്ടിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വൈറ്റ് ബിഷപ്പ് വെച്ച് A7ലെ പോൺ എടുത്തുകൊണ്ട് B8 സ്ക്വയർ കൂടെ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ എന്തായാലും ഇപ്പോൾ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയില്ല. ബ്ലാക്ക് ഇവിടെ വൈറ്റിന്റെ കിങ്സിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം H5 മൂവ് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ അറ്റാക്ക് കാര്യമാക്കുന്നില്ല, ഈ B7 സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് വൈറ്റിനെ നൈറ്റിനെ അറ്റാക്ക് ആണെങ്കിൽ നൈറ്റിന് E2ലേക്കോ H1ലേക്കോ മൂവ് ചെയ്യാൻ അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, ആദ്യം ഈ നൈറ്റിന് രക്ഷപ്പെട്ടു പോകാനുള്ള E2 സ്ക്വയറുടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന് E2 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ അറ്റാക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് പ്ലാൻ ചെയ്തതുപോലെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വൈറ്റ് ഇപ്പോൾ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത മൂവിൽ പോൺ വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് വരും. ഇതോടെ വൈറ്റിൻ്റെ നൈറ്റ് ട്രാപ്പിലാവും. ആ നൈറ്റിനെ ഇപ്പോൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. E2ലേക്ക് നൈറ്റ് വെച്ച് കണ്ടുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല. എന്നാൽ H1ലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ H1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നൈറ്റ് E2ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് വൈറ്റ് വേഗം ഈ അപകടകാരിയുള്ള നൈറ്റിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E3ലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല, പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോയാണ്. H4 ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിന് എന്തായാലും ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. അതുകൊണ്ട് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ ആ ബിഷപ്പ് വെച്ച് തന്നെ തിരിച്ചു വെട്ടാം. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്, പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇതോടെ നൈറ്റിനെതിരെ 2 അറ്റാക്ക് ആയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഒഴിവായതോടെ വൈറ്റിൻ്റെ നൈറ്റിനെ മൂവ് ചെയ്യാൻ സ്പേസ് ഇട്ടിരിക്കുകയാണ്. വൈറ്റ് നൈറ്റിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് F3 കൊണ്ട് ആ നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. പോൺ വെച്ച് പോണിട്ട് കൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് കിങ് വെച്ച് തിരിച്ചു വെട്ടുന്നു. ഈ സമയത്ത് ബ്ലാക്ക് H3 മൂവ് കൊണ്ട് ചെക്ക് കൊടുക്കുന്നു.
വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഈ നൈറ്റ് ഇവിടെ ഉള്ളത് കാരണം ഇപ്പോൾ ക്വീന് വെച്ച് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് C5 മൂവ് ചെയ്താലും വൈറ്റിന് ആ നൈറ്റിനെ സാക്രിഫൈസ് കൊണ്ട് തന്നെ ഈ പോണിനെ മുന്നോട്ടുണ്ടാവാം. പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീന് വെച്ച് ഈ F3 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് സപ്പോർട്ടില്ലാത്ത E4ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിനെ ഇപ്പോൾ ആണെങ്കിൽ പോണിനെ മൂവ് ചെയ്തുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്ക് പോയിന്റ് തന്നെ മുന്നോട്ട് പോകാം. എന്നാൽ ഇപ്പോൾ പോണിനെ മുന്നോട്ട് കൊണ്ടുവന്നില്ല. പകരം ഈ അറ്റാക്കുള്ള പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് വേഗത്തിൽ ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ F4ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ ആ നൈറ്റിനെ ഏതെങ്കിലും പീസിബിൾ വെച്ച് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോവുകയാണ്. A5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് A6 മൂവ് ചെയ്തുകൊണ്ട് B7ലെ പോണരെ ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാം. അവിടെ വേറെയും അറ്റാക്കിംഗ് സാധ്യതകളുണ്ട്. അത് ഈ ഗെയിമിൽ തന്നെ വരുന്നതുകൊണ്ട് അത് പിന്നീട് നോക്കാം. ഇവിടെ നിന്നാലും ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. E4 സ്കോറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ മുന്നോട്ട് പോവുകയാണ്. A6 മൂവ് ചെയ്തുകൊണ്ട് B7ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ എക്സ്ചേഞ്ചിലേക്ക് പോകാതെ B6 മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ ഈസി ആയിട്ട് ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ D7ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് പ്രൊമോഷൻ ശ്രമിക്കാം. അതുകൊണ്ട് ബ്ലാക്ക് ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് റൂക്ക് പോയി തിരിച്ചിടുന്നു. അതിനുശേഷം ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീന് വെച്ച് വൈറ്റിൻ്റെ നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് D7ലേക്ക് മൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം ആ സ്കോർ കൺട്രോൾ ചെയ്യാണ്. അതിനായിട്ട് ക്വീനെ F7ലേക്ക് കൊണ്ടുവന്ന് D7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ക്വീനെ D3ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ 2 റൂക്കുകളെയും ഫോർക്ക് ചെയ്യുന്നു. ഇത് ഗെയിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ അറ്റാക്ക് ഒഴിവാക്കുന്നതിനായിട്ട് വളരെ മികച്ച ഓപ്ഷനുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ശരിക്കും വൈറ്റിനിവിടെ ഈ അറ്റാക്ക് ഒഴിവാക്കുന്നതോടൊപ്പം അടുത്ത 4 മൂവിൽ വിജയിക്കാൻ കഴിയും. ഇവിടുത്തെ ഏറ്റവും നല്ല ഓപ്ഷൻ ഈ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുക എന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. B7ലേക്ക് തന്നെ മാറേണ്ടി വരും. ഇനിയാണ് പ്രധാനപ്പെട്ട മൂവ്. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്ക് അറ്റാക്കിലാണെന്ന് കരുതി അതിനെ രക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട. പകരം ക്വീനെ B3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാം. ഇപ്പോൾ ഈ C6 സ്കോറിലേക്ക് നൈറ്റിനും കൺട്രോൾ കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടിപ്പോൾ ഈ ചെക്ക് ഒഴിവാക്കുന്നതിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ക്വീന് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. എന്ത് തന്നെ ചെയ്താലും അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഇപ്പോൾ ക്വീന് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ ക്വീനെ എടുത്തുകൊണ്ട് വീണ്ടും ഇതേ ചെക്കിന് വരും. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് A1ലേക്ക് വന്ന് വീണ്ടും ചെക്ക് വരും. ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല. ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീനെ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു റൂക്കിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമെങ്കിലും വൈറ്റിന് 4 മൂവിൽ വിജയിക്കാമായിരുന്നു. എന്നാൽ ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാതെ തന്നെ വിജയിക്കാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതിനായിട്ട് F1ലെ റൂക്കിനെ A1ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ റൂക്കുകൾ തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുകയും കിങ് B7ലേക്ക് മൂവ് ചെയ്യുമ്പോൾ ക്വീന് വെച്ച് ചെക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ആ ചെക്ക് ഒഴിവാക്കുന്നതിട്ട് ബ്ലാക്കിന് അധികം ഓപ്ഷനൊന്നുമില്ല. ക്വീന് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീന് വെച്ച് ക്വീനോട്ട് എടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാം. എന്നാൽ ഇപ്പോൾ നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ചെക്കില്ലാതെയാണ് ബ്ലാക്കിനൊരു മൂവ് കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഈ ചെക്ക്മേറ്റിൽ നിന്നും ഒഴിവാകാൻ ബ്ലാക്കിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം ക്വീന് വെച്ച് E4ലെ പൊണ്ണിട്ടുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ കിങ്ങിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പോണിൻ്റെ സഹായത്തോടെ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും.
എന്നാൽ വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന് ഇങ്ങനെ ഒരു സെഗ്മെൻറ്റുള്ള അവസരം കൊടുക്കുന്നില്ല. പകരം F3 മൂവ് കൊണ്ട് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്കിലായിരിക്കുകയാണ്. ആ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. വൈറ്റിന് നേരത്തെ കണ്ട ചെക്ക്മേറ്റിനുള്ള അതേ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ അടുത്ത മൂവോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ വീഡിയോ ഒന്നുകൂടെ പൗസ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാണ്. ക്വീനെ E1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ സാക്രിഫൈസ് വന്നതോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ ഈ ചെക്ക് ഒഴിവാക്കാനായിട്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. ഈ റൂക്ക് വെച്ച് തന്നെ ക്വീനെ വിട്ടെടുക്കേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. E2 സ്കോറിലേക്ക് പോണിനെ കണ്ടുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല. അതോടെ ചെക്ക് മേറ്റ് ആവും. രണ്ട് ഭാഗത്തും വിജയസാധ്യതകളുണ്ടായിരുന്ന വളരെ നല്ലൊരു ഗെയിമായിരുന്നു. കുറേ ദിവസമായിട്ട് സമനില ഗെയിമുകൾ മാത്രം കാണിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഇന്നൊരു ദിവസം വേറൊരു ഗെയിം നോക്കാമെന്ന് കരുതിയത്. എന്തായാലും നാളെ മുതൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ ഗെയിമുകൾ തന്നെ ഉണ്ടാവും. ഞായറാഴ്ച വരെയാണ് നമ്മുടെ 4ാമത്തെ ഗീവയുടെ സമയം. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ പങ്കെടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.